നമഃ പാർവതീപതേ. ഹര ഹര മഹാദേവ. ശ്രീശങ്കരനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. ചുറ്റുവിളക്കുണ്ട്, മീനാക്ഷിക്കാവുണ്ട്, കൽച്ചിറയുണ്ടിവിടെ. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാ നിത്യവും നിന്റെ നാമം. ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാ നിത്യവും നിന്റെ നാമം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. മുടന്തനും കുരുടനും ഊമയും ഈ വിധ ദുഃഖിതരായവരും നൊന്തു വിളിക്കുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ കൈ തൊഴുന്നേ. നൊന്തു വിളിക്കുകിൽ കാരുണ്യമേകുന്ന ശംഭുവേ കൈ തൊഴുന്നേ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. അരൂപിയാകിലും ശങ്കരലീലകൾ ഭക്തർക്കുള്ളിൽ കണ്ടിടാം. വെള്ളിക്കുന്നും ചുടലക്കാടും വിലാസ നർത്തന രംഗങ്ങൾ. ഉടുക്കിലുണരും ഓംകാരത്തിൽ ചോടുകൾ ചടുലമയിളകുന്നു. സംഹാര താണ്ഡവമാടുന്ന നേരത്തും ശൃംഗാര കേളികളാടുന്നു. കാമനി ചുട്ടോരു കണ്ണിൽ കനലല്ല, കാമമാണിപ്പോൾ ജ്വലിപ്പതിന്നോ. കുന്നിൻ മകളറിയാതെ ആഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ. കുന്നിൻ മകളറിയാതെ ആഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ. ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ, പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ. Superb. Thank you, sir.
Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. ടീം ലീഡറെ എന്തോ അശ്വിൻ തകർത്തു. താങ്ക് യു ചേട്ടാ. നിന്റെ ഇപ്പുറത്തിരുന്ന ആരായിരുന്നടാ? അപ്പുറത്തിരുന്ന് ഏതോ ഒരു ക്ഷുദ്രജീവി സപ്പോർട്ട് സഞ്ജയ് കണ്ടല്ലോ. അവൻ പറഞ്ഞേട്ടാ, ഈ കാലത്ത് ഉപകാരം ചെയ്യാൻ പറ്റില്ല. ഏതോ മാജിക്കൽ ഏതോ ഒരു ടീമിലൊരാളെന്ന്. അല്ല ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ കോറസ് പാടാൻ. ഉണ്ടായിരുന്നു. ഇവിടുന്ന് രണ്ടുപേരുണ്ടായിരുന്നു. അത് വേണമില്ല. അതെ ടീമിൽ. ഓക്കെ, അപ്പൊ എന്തായാലും 4 ജഡ്ജസിന്റെയും സ്റ്റാൻഡിംഗ് ഓവേഷൻ കിട്ടിയ ഒരു പെർഫോമൻസ് ആയിരുന്നു. അതിനാണ് വലിയൊരു കൈയടി. പിന്നെ ഇവരിത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊക്കെ എഴുന്നേപ്പിക്കാറുണ്ട്. അതെ അതെ അതെ, അതാണ് ശീലം. അതെ, ആകെ നമുക്കുള്ള ഒരു എക്സസൈസ് ഇവൻ പാടുമ്പോ മാത്രം. എന്തായാലും നിന്റെ ക്യാപ്റ്റന് ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യം മുതലേ. ഭയങ്കര ആവേശമായിരുന്നു. ചോദിക്കാം നമുക്കെന്നാ. MG സാർ. അവനെ ഒന്നും പറയാനില്ല, അതിമനോഹരമായിട്ട് പാടി. പിന്നെ ഇതിന്റെ കമ്പോസിഷനും പാടിയതും എല്ലാം കൂടെ ചേർന്നാണ് ആ പാട്ടിന് ഒരു ഭംഗി വരുന്നത്. എപ്പോഴും നിങ്ങള് കണ്ടസ്റ്റൻസ് പാട്ട് പാടാറുണ്ട്, പക്ഷെ ആ പാട്ട് പാടുന്നെങ്കിലും അതിന്റെ യഥാർത്ഥ ഭംഗി വർഷങ്ങളോളം കേട്ട് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും കൂടെ ഉണ്ട് അതിനകത്ത്, അല്ലേ? അതായത് എക്കാലത്തും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അതിന്റെ അവസാനത്തെ ആ എൻഡ് പോർഷനിലൊരു ക്ലോസിങ് വരുന്നത് അത് എത്ര മനോഹരമായിട്ടാണ് അതിന്റെ ട്യൂൺ കൊണ്ട് എൻഡ് ചെയ്തിട്ട് അത് പല്ലവിയിലോട്ട് കണക്ട് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ആഹാ എന്ന് പറഞ്ഞു പോകും. പക്ഷെ മോൻ നന്നായിട്ട് പാടി കേട്ടോ, ഇല്ലാന്നേ പറ്റില്ലല്ലോ. പിന്നെ 1-2 സ്ഥലം ഈ ചിത്തത്തിൽ ഓർത്ത് വരണം. എങ്ങനെയാണ്? ചിത്തത്തിലോർത്തു ശങ്കര ശങ്കരാ നിത്യവും നിന്റെ നാമം. വെരി ഗുഡ്. എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് ഇതേ തോന്നിയുള്ളൂ. അത് ടോട്ടലായിട്ട് അതിമനോഹരമായിട്ട് പാടി, ഒന്നും പറയാനില്ല. പിന്നെ കൂടെ പാടിയവരും ഗംഭീരമായിരുന്നു കേട്ടോ. പിന്നെ ഓർക്കസ്ട്ര ആഹാ ആസലായിട്ട് വായിച്ചു. പിന്നെ അതുക്കെല്ലാം മേലെ യാര് ഉങ്ങളോടെ ക്യാപ്റ്റൻ യാര് താങ്ക് യു സർ. ഇത് മഞ്ഞ് പോലിരിക്കുന്ന ഇഞ്ചരി. എന്തായാലും സന്തോഷമായല്ലോ. സന്തോഷായി സർ. ഹാപ്പി. യെസ് സർ. എല്ലാവർക്കും സന്തോഷം. എന്താ പറയുന്നേ, ശങ്കര നല്ലത് വരുത്തട്ടെ. അതെ, താങ്ക് യു താങ്ക് യു സർ. ശരത് സർ. മക്കളെ കുഞ്ഞാടെ സാർ. മനോഹരം. താങ്ക് യു സാർ. അസാധ്യമായിട്ട് പാടിയില്ല, താങ്ക് യു അത് സാർ. പറയാതിരിക്കാൻ വയ്യ. നല്ല രസമായിരുന്നു. ഈ ശങ്കര മാത്രമായിരുന്നു നമുക്ക് അത്ര ബോധിക്കാതിരുന്നത്. അത് ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ളൊരു ലെവലിലില്ല, അത് ശരിയായിക്കോളാം കേട്ടോ. സാർ. പിന്നെ ഈ വെള്ളിക്കുന്നും ചുടലക്കാടും അവിടെ ഒന്നും ഒരു കൺട്രോൾ ഇല്ലാതെ തോന്നി ആ 2 ലൈൻ. അത് നിനക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ ഞാൻ പറയുന്നതായിട്ട് വിചാരിച്ചാൽ മതി. ബാക്കിയൊക്കെ അതിമനോഹരം. താങ്ക് യു സാർ. അതുപോലെ ഈ പിള്ളേരും നമ്മുടെ എതിർ ടീമും നിങ്ങളുടെ ടീമും കൂടെ ചേർന്നുള്ള അസാധ്യം, ഒരു നല്ല ഒരു എന്താ പറയണ്ട, അത് ആ ഒരു ഭക്തിസാന്ദ്രമായി ഈ സെറ്റ് മുഴുവൻ നല്ലൊരു അനുഭവമായിരുന്നടാ. ഐ ലവ് യു. ലവ് യു ടു സാർ. താങ്ക് യു സർ. ഷാനിക്ക. അശ്വിനെ ഉഗ്രനായിരുന്നു. താങ്ക് യു സാർ. ഞാൻ ആകെ ഈ പറഞ്ഞ വള്ളിക്കുന്നും ചുടലക്കാടും വിലാസ ആ ഒരു അവിടെ മാത്രം ചെറിയൊരു ക്ലാരിറ്റി കുറവ്. അതർവൈസ് ഇറ്റ് വാസ് അമേസിങ്. ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ എസ്പെഷ്യലി പിന്നെ കോറസിന്റെ കൂടെ യൂണിസൺ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പാടിയ ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അശ്വിന ഈ പറഞ്ഞ ആ ഒരു ഡിവൈൻ ഫീലിംഗ് ഉണ്ടല്ലോ, ഈ പാട്ടുകളുടെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് അതാണല്ലോ, ആ ഒരു ഡിവിനിറ്റി, ആ ഒരു ഡിവൈൻ ഫീലിംഗ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാന്നുള്ളത്. അത് ഉഗ്രനായിരുന്നു. പ്രത്യേകിച്ച് ഈ ആ ഒരു ലൈറ്റിങ്ങും പുറകിലെ ആ ഒരു LED-യും എല്ലാം കൂടെ ഒരു വൻ സംഭവമായിരുന്നു. എനിവേസ് ഹാറ്റ്സ് ഓഫ് അശ്വിൻ. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ക്യാപ്റ്റൻ. സന്തോഷം, വേറെ ഒന്നും പറയാനില്ല. അശ്വിൻ ഫാന്റാസ്റ്റിക് ആയിട്ട് പാടി, മനോഹരം. ശരിക്കും ആദ്യം മുതൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയായിരുന്നു, ദൈവമേ അസലായിട്ട് പാടണേ, ആദ്യമൊക്കെ ഗംഭീരായി, ഇടയിലൊന്നും പ്രശ്നം വരല്ലേ, തടസ്സങ്ങളൊന്നും ഉണ്ടാവല്ലേ ഈശ്വരാ, പ്രാർത്ഥനയായിരുന്നു. എന്തായാലും ഭംഗിയായി മോനെ.
നന്നായി പാടി. Thank you. നമ്മുടെ കോറസ് പാടിയതും എല്ലാവരും മനോഹരമായി പാടി. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ഡിവോഷണൽ ട്രീറ്റ് എന്ന് പറയാം. കാരണം ശരിക്കും ഒരു അമ്പലത്തിലെത്തി നമ്മൾ ഒരു ഭജന കേൾക്കുന്ന പോലെ തന്നെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. എല്ലാവരും പിന്നെ മോൻ ഇരുന്നതും എല്ലാവരും അടുത്തിരുന്നതും ശരിക്കും അങ്ങനെ ഒരു ടീമായിട്ടുള്ള ഒരു ഫീലിങ്ങേ വന്നില്ല. എല്ലാവരും ഒന്നടങ്കം ഇരുന്ന് ഭജിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. മനോഹരമായിരുന്നു മോനെ. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഐശ്വര്യമുണ്ട്. എന്തായാലും ഇന്ന് ദൈവം കടാക്ഷിച്ചു എന്ന് തന്നെ പറയാം. ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ തന്നെ എല്ലാവരും ഭംഗിയായിട്ട് പാടും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. എടാ ഇരുന്ന് പാടിയപ്പോ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അവനങ്ങ് സുഖിച്ചിരുന്നങ്ങ് പാടുമായിരുന്നു. അവൻ എണീക്കുന്നതേ ഇല്ല. അടുത്ത പാട്ട് മോനെ കിടന്ന് പാടിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ. അശ്വിന്റെ മാർക്സ് MG സാർ. എണീറ്റതേ ഉള്ളു, മാർക്കൊന്നും. അള്ള ഞാൻ അല്ല സാർ അങ്ങോട്ട്. പോരട്ടെ. താങ്ക് യു സർ. സാർ അള്ളി. ഓക്കെ, ശരത് സാർ. ചക്കരേ, സാർ. ഞാനൊരു ഇച്ചിരി അള്ളു കുറച്ച് 9.4 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഷാനിക്ക. ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. ഓക്കെ, ടോട്ടൽ 19.4. മിസ്റ്റേക്ക് രാജ, സൂപ്പർ, അടിപൊളി. അപ്പൊ ഇനി ഒബ്വിയസ്ലി എന്താണ് ഈ സൈഡിൽ നിന്നുള്ള ഒരു ഫിലിമി ഡിവോഷണൽ റൗണ്ടിലെ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ആ മാജിക് ബീറ്റ്സ് ഇന്ന് കാണാൻ പോവാണ്. ഓക്കെ, അപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞ ആ ഒരു ഡിവോഷണൽ ട്രീറ്റ് ഇനി ഈ സൈഡിൽ നിന്ന് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതെ, അതെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്.